സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അവിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പായസമാണ് അവിൽ പാൽ പായസം. ആദ്യം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ചേരുവകൾ നമുക്ക് 1/2 കപ്പ് അവിൽ വേണം. പിന്നെ ഒരു 1/2 കപ്പ് 3/4 കപ്പിൻ്റെ ഇടയിലായിട്ട് പഞ്ചസാര വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ചവ്വരി സാഗോ സീഡ്, 1.5 ലിറ്റർ പാൽ വേണം. പിന്നെ ലാസ്റ്റ് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് ഏലക്കായ, 2 ഏലക്കായ. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി പാൽ നല്ല തിക്കായിട്ടുള്ള പാലൊക്കെ ആണെങ്കിൽ കുറച്ച് പാലിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനെടുത്തത് 1.5 ലിറ്റർ പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ 1 ലിറ്റർ പാലെടുത്തിട്ട് ബാക്കി 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി പാല് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ അവിൽ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. അവിലിനകത്ത് നല്ല പൊടിയൊക്കെ കാണും. ഒരു 2 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നല്ല പൊടിയൊക്കെ കാണുന്നില്ലേ. പിന്നെ ഇതിൻ്റെ കളറ് കുറച്ചുകൂടെ ഒന്ന് ഒരു വൈറ്റ് കളറിലേക്ക് മാറുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സാഗോ സീഡ് കുറച്ച് സമയം ഒന്ന് പൊതിർത്തി വെക്കാം. ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. കുറച്ച് സമയം കുറച്ചൊന്ന് കുറുകിയാൽ മതി കേട്ടോ. ഒരു 1/2 ഇഞ്ചൊക്കെ കുറുകിയാൽ മതി. ഇതിപ്പം കുറച്ച് ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ച് അവിലിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ സാഗോ സീഡും ചേർത്തിട്ട് ഒരു 3/4 വേവാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അവിലിന് പകരമായിട്ട് നമുക്ക് കഞ്ഞിൻ്റെ അരി അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി അരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പായസം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഏകദേശം 3/4 ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് ഫുള്ളായിട്ട് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ പായസമൊക്കെ കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം കുക്കായി വന്നാൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പാൽ വേറെ നമ്മുടെ അവിലൊക്കെ സെപ്പറേറ്റാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പായസം ശരിയായിട്ട് കുക്കായി വന്നിട്ടില്ല. ഇതിപ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെയാണ് നിൽക്കുന്നത്, താണൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ പായസം കറക്റ്റ് പരുവാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് ബദാമൊക്കെ ആണെങ്കിൽ അതും ചേർക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് സമയം കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പായസമൊക്കെ അടച്ചു വെച്ച് നമ്മൾ കുടിക്കുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വരും. ആദ്യം തന്നെ കുറുക്കിയെടുത്താൽ പിന്നെ കുടിക്കുന്ന ടൈമിലൊരു കട്ടി പോലെ കഴിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു. ബൈ.